السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, സ്നേഹം നിറഞ്ഞ നമ്മുടെ വിശിഷ്ടാതിഥി ഷേഖ് വഹീദ് അഷീറാനി, ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റ് അബൂബക്കർ ഫാറൂഖി, പ്രസിഡിയം അലങ്കരിക്കുന്ന അബ്ബാസ് ചമ്പൻ, അബ്ദുൽ ഹമീദ് ബന്ദല്ലൂർ, ഷെരീഫ് ബാവ തുടങ്ങിയ ഇസ്ലാഹി സെന്ററിന്റെ നേതാക്കന്മാരെ, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾക്കറിയാം ഇന്ന് നമ്മളിവിടെ ഒരു സംവാദം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളക്കരയിൽ ഇന്ന് ചൂടേറിയ ചർച്ച നടക്കുന്ന ഒരു വിഷയ സംബന്ധമായാണ് ഇന്നത്തെ നമ്മുടെ ഈ സംവാദം ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം, കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി ഈ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് കേരളക്കരയിലെ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാർമ്മിക മൂല്യ തകർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കേണ്ടത് ധാർമ്മിക ബോധമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് അതിന്റെ 19ാമത് പ്രൊഫഷണൽ കോൺഫറൻസ് കൊല്ലത്ത് വെച്ച് നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു തീം നമ്മൾ ഇന്നിവിടെ ചർച്ചക്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ വിഷയമാണ്. സദാചാര നിഷേധം വിമോചനമല്ല, സർവനാശമാണ് എന്ന ടൈറ്റിലാണ് ഈ വരുന്ന 19ാം പ്രോഫ്കോൺ നടക്കാൻ പോകുന്നത്. ജിദ്ദയിലെ ഇസ്ലാഹി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഉയർത്തിപ്പിടിക്കുന്ന കാലിക പ്രസക്തമായ വിഷയങ്ങൾ എന്നും ഇവിടെ ജിദ്ദയിൽ നമ്മൾ ആദ്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾക്കറിയാം, ബഹുമാന്യനായ നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ സാഹിബ് ഇവിടെ വരികയും വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു തുറന്ന സംവാദം നടക്കുകയുണ്ടായി. ഇന്ന് നമ്മൾക്കറിയാം, കേരള സമൂഹത്തിലെ വളരെ സാംസ്കാരിക തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പുറത്ത് നമ്മൾക്ക് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സമരവുമായി ഒരു പറ്റം യുവാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഇരകളായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ, ആ സാംസ്കാരിക തകർച്ചയെ വളരെ ബുദ്ധിപൂർവം അത് സംവദിക്കുകയും ദൈക്ഷണികമായും അതിൻ്റെ നേരിടുകയും വളരെ നല്ല രീതിയിലുള്ള സംവാദങ്ങളും ചർച്ചകളുമായി
സാമൂഹ്യ തലത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനവുമായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ജിദ്ദയിൽ ഈ വിഷയമായി ഇന്നിവിടെ ഒരു സംവാദം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ മീഡിയ പ്രതിനിധികളെയും നമ്മുടെ ജിദ്ദയിലെ മറ്റ് സംഘടനാ പ്രതിനിധികളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ ഈ സംവാദത്തിൻ്റെ ഉദ്ഘാടന സെഷനാണ് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഓൾഡ് എയർപോർട്ട് ജാലിയാത്തിലെ ഷേഖ് വഹീദ് അഷീറാനി അവർകളാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ നിയന്ത്രണം അധ്യക്ഷത വഹിക്കുന്നത് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റ് അബൂബക്കർ ഫാറൂഖി അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ പ്രസീഡിയം അലങ്കരിക്കുന്നത് നാഷണൽ കമ്മിറ്റി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, അതേപോലെ ഇസ്ലാഹി സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യനായ അബ്ബാസ് ചമ്പൻ അവർകളാണ്. അതേപോലെ അബ്ദുൽ ഹമീദ് പന്തല്ലൂർ വൈസ് പ്രസിഡന്റ് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, ട്രഷറർ ഷെരീഫ് ബാവ തുടങ്ങിയ നമ്മുടെ ഈ പരിപാടിയുടെ മോഡറേറ്റർ ഷിഹാബ് സലഫി, ഓൾഡ് എയർപോർട്ട് ജാലിയാത്തിലെ ദായി കൂടിയായ ബഹുമാന്യനായ ഉസാമ മുഹമ്മദ് തുടങ്ങിയ എല്ലാ നേതാക്കന്മാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാരെയും വളരെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്കറിയാം, നമ്മുടെ ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് നമ്മൾ വിഷയാവതരണം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയസംബന്ധമായി തുറന്ന ഒരു ചോദ്യോത്തര സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും ആദ്യം മുതൽ അവസാനം വരെ ഈ പരിപാടിയിൽ പങ്കുകൊള്ളണം എന്ന് വിനയമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളുടെയും സമൂഹത്തിൻ്റെയും സാമൂഹിക കുടുംബ ജീവിതത്തിൻ്റെയും അതിൻ്റെ ആ തുലനാവസ്ഥ വളരെ മാന്യമായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ വളരെയധികം അങ്കലാപ്പുണ്ടാക്കുന്ന, പ്രയാസങ്ങളുണ്ടാക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ മലീമസമാക്കുന്ന രീതിയിലുള്ള ചില തരത്തിലുള്ള കൃത്രിമമായ പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലില്ലേ ചേതോവികാരം എന്താണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പലതും അതിൽ അവ്യക്തമാണ്. ഏതായാലും അതിൻ്റെ ഇഫക്റ്റ്, അതുകൊണ്ടുണ്ടാവുന്ന പ്രതികരണങ്ങൾ മാന്യമായി ജീവിക്കുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള വിഷയങ്ങളെ ഇസ്ലാം വളരെയധികം ഗൗരവപൂർവം വീക്ഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിക്കുന്നതിനെതിരിൽ ഒരു മുസ്ലിമിന് ഒരു തരത്തിലുള്ള മൗനവും പാലിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിപരവും പ്രവർത്തനപരവും ആയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ആ സംഗതി ഒരു വിഷയമായി ഏറ്റെടുക്കുകയും അതിനെതിരിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണം നടത്തുകയും ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഈയിടെയായി പ്രഖ്യാപിച്ചിട്ടുള്ള MSMന്റെ പ്രോഫ്കോണിൻ്റെ വിഷയം തന്നെ അതിൻ്റെ അവരുടെ ഒരു ക്യാപ്ഷൻ തന്നെ ഈ ഒരു വിഷയമാണ്. സദാചാര നിഷേധം വിമോചനമല്ല സർവനാശമാണ് എന്ന തലക്കെട്ടിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹെഡിങ്ങിൽ തന്നെ ഒരുവിധം അത് മനസ്സിലാവുന്ന രൂപത്തിലുള്ള സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെതിരെ ശക്തമായ കൂട്ടായ പ്രതിരോധം ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ കേരളത്തിൽ ഒരു പരിധിവരെ അത് തടഞ്ഞു വെക്കാൻ സാധിക്കുകയും നാം നേരത്തെ പറഞ്ഞതുപോലെയുള്ള മനപ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയും മാന്യമായ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നയിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഈ നടക്കുന്ന തുറന്ന സംവാദത്തിൽ നമ്മുടെ ബഹുമാന്യനായ മുസ്തഫ തൻവീർ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും വളരെ നല്ല രീതിയിൽ അതുമായി സംവദിക്കുന്ന രൂപത്തിലുള്ള ഇവിടെ കൂടിയ ആളുകൾക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളും അതിലുള്ള സംശയ നിവാരണത്തിനുമുള്ള സന്ദർഭങ്ങളും ഇതിനുശേഷം ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. ആ രൂപത്തിലാണ് ഈ സംവാദം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ പരിപാടിയുടെ ആദ്യാവസാനം വളരെ ശ്രദ്ധാപൂർവം ഈ വിഷയത്തോടും ഈ പരിപാടിയോടും ആത്മാർത്ഥമായി പ്രതികരിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ ഷെയ്ഖ് വഹീദ് അശ്ശീറാനി അവരുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. أرجو من فضيلة الشيخ وحيد الشيراني رئيس قسم الجاليات بمكتب التعاون بمطار الغدير لإلقاء كلمة الافتتاح لهذا البرنامج. وتفضل. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أما بعد، أيها الحضور المبارك، يا من يسمعنا وهو أمامنا، ويا من يسمعنا خلف الكواليس، ويا من يسمعنا عبر الغرف الصوتية، نبادلكم التحية ونقول مساءكم مبارك. وأول ما أشكر بعد شكر الله عز وجل مركز شيخ الإسلام ابن تيمية، وعلى رأسهم فضيلة شيخنا الشيخ أبو بكر فاروقي والشيخ عباس
نشكر لهما هذه الدعوة، ونبادلكم هذه التحية ثانية وثالثة ورابعة. أيها الإخوة المباركون، من لا يشكر الناس لا يشكر الله. نشكر أولئك الإخوة الذين قاموا بهذا اللقاء، والذين بذلوا أنفسهم وأموالهم في سبيل أن يتحقق هذا اللقاء. يا حكماء الهند، يا أبناء وأحفاد شاه ولي الدين الدهلوي والشهيد أحمد عرفان والشيخ أبو الحسن اللكنوي والشيخ صفي الرحمن المبارك فوري، أنا أتحدث أمامكم وأنتم أهل الحكمة. من أكون حتى أتحدث أمامكم؟ أنتم أهل الحكمة وأنتم أهل العلم، وبكم حفظ الله علم الحديث في آخر الأزمان، فالمتحدث إليكم أقل شأنا من أن يتحدث إليكم. إننا نجتمع اليوم في هذا الجمع المبارك في موضوع هو من المواضيع الإيمانية، والإيمان كما لا يخفى عليكم جميعا مشايخي وإخوتي وأبنائي وأخواتي وأمهاتي، والإيمان هو بعد الإسلام في الدرجة الثانية. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا. عاتبهم الله عز وجل أن ادعوا الإيمان ولما يبلغ الإسلام بعد. قل لم تؤمنوا ولكن قولوا أسلمنا. الإسلام شعب، الإيمان شعب، والحياء شعبة من شعب الإيمان. إن أول عذاب أنزله الله عز وجل، أول عقوبة عوقب بها آدم وحواء، نزع الله عنهما لباسهما. نزع الله عنهما لباسهما. هذه أول عقوبة. إذا أردت أن تعلم أن هذا الإنسان أو أن هذه المرأة قد أصيبت وقد أصابها عقوبة من الله، بداية ذلك هو نزع الحياء، ونزع الحياء بدايته هو نزع الساتر الذي يستر الإنسان. أيها الشعب الهندي المبارك، حفظكم الله قرونا وقرونا بهذا الحياء وبهذا الستر، فحافظوا عليه لكي تستمر مسيرتكم العلمية والعملية. انظروا إلى الشعوب الأخرى التي تدعي الرقي والحضارة، وانظروا إليها بعين العقل وعين البصيرة، لا تنظروا إلى ما وصلوا إليه من الحياة العلمية. وقد تركوا الحياة، فقد اعترف أغلب حكمائهم ومن هو من أهل العقل واللب منهم أن حضارتهم زائلة، أن حضارتهم زائلة، وذلك لأنهم أصبحوا كالبهائم، بل البهائم أفضل منهم، بل البهائم أفضل منهم. ألا ترون الديكة؟ ألا ترون الجمال؟ ألا ترون كل حيوان وليس إنسان أنه يغار على أنثاه؟ ولكن انظر إلى بعض البشر من هؤلاء الغرب وممن استغرب مثلهم، قد نزع الحياة فأصبح كالبعض البهائم التي نهينا أن نأكل من لحم الخنزير كي لا نلبس لبوس الخنزير وهو الدياثة. الإسلام حريص علينا، عزيز، يريد بنا أن نرتقي إلى أعلى الأمور. لا يريد بنا
أن نكون والبهائم سواء، بل جعل الله عز وجل كما لا يخفى على شريف علمكم أن بعض البني آدم أضل من بعض البهائم، قال بل هم أضل. مر النبي صلى الله عليه وسلم على رجل وهو ينصح أخاه في الحياة أن يتقلل من الحياة، فقال له دعه فإن الحياة لا يأتي إلا بخير، الحياة لا يأتي إلا بخير. ولذا كان الله عز وجل حيي ستير، الله عز وجل حيي ستير يحب الستر. إننا أيها الشعب الهندي المبارك في غزو جوي وأرضي وبحري يريدون أن يريدوا منا ويريدون أن نترك الإسلام، وقد أخبرنا الله عز وجل قبل ذلك قبل 1400 سنة وتزيد على ذلك، أخبرنا أنهم يريدون أن نكون مثلهم. ولن ترضى عنك اليهود ولا النصارى حتى ايش يا اخوان؟ حتى تتبع ملتهم. بل هناك طوائف وزعماء من هؤلاء يقول لا نريد منهم أن يدخلوا في النصرانية ولا نريد منهم أن يدخلوا في اليهودية، إنما نريدهم أن يكونوا مثل البهائم، لأنهم يقولون عنا أميين وأننا أكرمكم الله مثل الحمير لا نرتقي إلى منازلهم، فيريدون أن يتخلصوا من الإسلام بتركنا للإسلام ثم يدعون حيارى في الطريق، لا يريدون لنا إحسانا. لكن الله قال والله يختص برحمته من يشاء، ورحمة الله الكبرى علينا هي الإسلام، الإسلام الذي أكرمنا الله به. إن من يعاشر حكماء الغرب وحكماء الشرق إن أولى وصاياهم للمسلمين أن يتمسكوا بالإسلام، هذه أولى الوصايا لهم. وإنهم يعلمون يقينا ويقولون في بروتوكولاتهم هؤلاء إن أول دخول على المسلمين هو الدخول من ناحية المرأة المسلمة، فإن المرأة هي المدرسة وهي الأم، فإذا فسدت فسد الجيل. الأم مدرسة كما قال الشاعر، فهم يريدون أن يفسدوا نساءنا ثم يتسلل هذا الفساد إلى الآباء، فيخرج لنا جيلا لا يعرف أبا ولا أما ولا يعرف دينا ولا يعرف وطنا، وإنما يعرف أعداءه أكثر من أوليائه. يريدون مستنسخين منهم، وهل هم على درجة من العلم؟ إن أي علم يخلص من الحياء ويترك الحياء والحشمة ليس بعلم وإن كان ظاهرا للكيان. لماذا يا إخوان؟ لأن الحياء هو الذي يميزك بين العلم النافع والعلم الضار. لكن إن لم يكن عندك حياء فسأنك ستأخذ أي طريق وأي مجرى، ولو كان هذا المجرى مليء بالأوساخ وبكل ما هو نتن ستأخذه تظن أنه علما وليس هو علما. الله نور السماوات والأرض، هذا النور لن يضعه الله عز وجل لمن يعبد غير الله، لمن يعبد المسيح أو يعبد العزير أو يعبد من يعبد،
غير الله لن يجعل الله له نورا ومن لم يجعل الله له نورا فما له من نور. أيها الإخوة أيها الأخوات، إنما أتينا لنستقي من علمكم لا أن نعظكم أو نزيد إلى علمكم، إنما نحن تلاميذ، وفخر لنا أن نكون تلاميذ لعلماء الهند ولجهابذة الهند. نحن تلاميذ لهم نتعلم على أيديهم، وإنما أتينا مذكرين، والذكرى تكون ربما كما يقول النبي صلى الله عليه وسلم ربما لم يكون الرجل يبلغ الفقه وهو ليس بفقيه. فمن هذه الناحية أتيناكم، أما أن نعلمكم فليس هذا مجالنا، وإنما هو مجالكم. حفظكم الله أينما حللتم وأينما رحلتم، وفي نسائكم وفي أولادكم وفي ذراريكم، وحفظ الله المسلمين في الهند وفي كل مكان. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. ഈ വിഷയത്തിൻ്റെ വളരെ സംക്ഷിപ്തമായ എന്നാൽ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗമാണ് നാം കേട്ടത്. അതിൻ്റെ പരിഭാഷ നിർവഹിക്കുന്നതിന് ഉസാമ മുഹമ്മദിനെ ക്ഷണിക്കുന്നു. ഉസാമ. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സമയം വളരെ കുറവായതുകൊണ്ട് ഷെയ്ഖ് അവർകൾ പറഞ്ഞ ആ കാര്യത്തിൻ്റെ പരിഭാഷ വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച മർക്കസ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ലിതഹ്ഫീദുൽ ഖുർആൻ കരീം ഈ സെൻറ്ററിൻ്റെ ഭാരവാഹികൾക്ക് വളരെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവൻ അള്ളാഹു നന്ദി ചെയ്യുന്നവനല്ല. തീർച്ചയായും ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ ക്ഷണിച്ച ഏവരെയും വളരെ കൃതാർത്ഥതയോടുകൂടി ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വലിയ പണ്ഡിതന്മാരായിരുന്ന ഷാ വലിയുല്ലാഹ് ദഹ്ലവി, അതുപോലെ തന്നെ ഇമാം ലഖ്നവി, അതുപോലെ തന്നെ അലി ഹസൻ നദ്വി, സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരി തുടങ്ങിയ വലിയ പണ്ഡിത ശ്രേണിയിലുള്ള മഹാന്മാരുടെ അനന്തരന്മാരും സന്തതികളുമായ ഇന്ത്യക്കാരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് വളരെയധികം ഈ വിഷയത്തിൽ അഭിമാനപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യയിലെ ഉന്നത സ്ഥാനത്തുള്ള നേതാക്കളെയും ഇന്ത്യൻ സമൂഹത്തെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിൽ ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറഞ്ഞാലുള്ള ചില വ്യത്യാസങ്ങളെക്കുറിച്ചും അറാബികൾ കാലത്തിൽ അറാബു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ വലാകിൻ ഖൂലു അസ്ലംന വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, യഥാർത്ഥ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ആ കാര്യം നാം മറന്നു പോകരുത് എന്നുള്ളതും അൽ ഈമാനു അൽ ഈമാനു 70 ശുഅബ് വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, 70 പരം ശാഖകളുള്ള ഈമാനിന്റെ ഒരു ശാഖയാണ് ഈ ലജ്ജ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യ സന്തതിക്ക് ആദ്യമായിട്ട് അള്ളാഹു നൽകിയ ശിക്ഷ, ആദമിനും ഹവ്വക്കും സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ അവരുടെ വസ്ത്രം നീക്കിയെന്നും അതവർക്ക് അനുഭവപ്പെട്ടു എന്നുള്ള ആ ലജ്ജ അവർക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ആദ്യമായിട്ട് നൽകിയ ആ വസ്ത്രം നീക്കി ആ ഒരു ശിക്ഷ.
അതുപോലെ തന്നെ അതോടൊപ്പം ലജ്ജ എടുക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് നാം ചിന്തിക്കുക. ഇന്ത്യയിലെ എൻ്റെ സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങൾ ഏതൊരു പാരമ്പര്യത്തിൻ്റെ ആളുകളാണ്, ഏതൊരു സംസ്കാരത്തിൻ്റെ ആളുകളാണ്, ഏതൊരു മഹത്തായ പൈതൃകത്തിൻ്റെ ആളുകളാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരിക്കലും നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളിലെ വലിയ സംസ്കാരവും വലിയ ഈ അറിവും അവകാശപ്പെടുന്ന, ടെക്നോളജിയും അവകാശപ്പെടുന്ന പല സമൂഹങ്ങളും വളരെ അധപ്പതിച്ചുകൊണ്ട് അവരിൽ നിന്നും ലജ്ജ എടുത്തു മാറ്റപ്പെട്ടപ്പോൾ അവരുടെ വലിയ അറിവിന്റെയും ടെക്നോളജിയുടെയും കൂടെ തന്നെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ് എന്നും ഈ ചില മൃഗങ്ങൾ അവരെക്കാൾ നല്ലവരാണ് എന്നുള്ള കാര്യം നാം വളരെ ഗൗരവത്തോടെ ഓർക്കുക. കാരണം അധിക മൃഗങ്ങളും തങ്ങളുടെ ഇണകൾ മറ്റൊരു മൃഗവുമായി ശയിക്കുന്നത് അവർ വെറുക്കുന്നു, അവർക്ക് ഗീറത്തുണ്ട് ആ വിഷയത്തിൽ. എന്നാൽ വളരെ ചില മൃഗങ്ങൾ മാത്രമാണ്, വളരെ ദുർലഭം ചില മൃഗങ്ങൾ മാത്രമാണ് ആ ഒരു സ്വഭാവമില്ലാത്തത്. നമുക്ക് മാംസം കഴിക്കൽ നിഷിദ്ധമാക്കപ്പെട്ട പന്നിയെ പോലെ ആ ഒരു സ്വഭാവത്തിലേക്ക് അധപ്പതിച്ചു പോയ ആ സമുദായങ്ങളെ കുറിച്ച് നാം ഓർക്കുക. ലജ്ജ അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി, ഒരു സഹാബി തന്റെ സഹോദരനെ ലജ്ജയുടെ വിഷയത്തിൽ ഗുണദോഷിക്കുന്നത് കണ്ടു. നിനക്ക് കൂടുതൽ ലജ്ജയാണ്, ലജ്ജ ഒന്ന് കുറക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദഅഹു ഫഇന്നൽ ഹയാഅ ലാ യഅതി ഇല്ലാ ബിഖൈർ, നീ അവനെ വിട്ടേക്കുക, ലജ്ജ ഖൈർ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യുൻ സിത്തീർ, വളരെയധികം ലജ്ജയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ സിത്തർ ഇഷ്ടപ്പെടുന്നവനാണ്, മറ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, സഹോദരികളെ, എല്ലാ നിലക്കും നമ്മുടെ ശത്രുക്കൾ യുദ്ധത്തിലാണ്. കരമാർഗവും വായുമാർഗവും കടൽ മാർഗവുമുള്ള യുദ്ധങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ ചിന്തയെയും നമ്മുടെ ആദർശത്തെയും നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും തകർക്കുന്ന രീതിയിലുള്ള ആ യുദ്ധത്തെക്കുറിച്ച് നാം ചിന്തിക്കുക. ആ യഹൂദികൾ വലൻ തർദാ അൻകൽ യഹൂദു വൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗത്തിൽ നാം പോകുന്നത് വരെ യഹൂദികളും നസാറക്കാരും നമ്മെ ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവരിൽ പലരും ഉദ്ദേശിക്കുന്നത് നാം അവരുടെ മാർഗത്തെ പിൻപറ്റാനല്ല, അവരുടെ മതത്തിൽ പ്രവേശിക്കാനല്ല, നേരെ മറിച്ച് നാം സാംസ്കാരികമായി തകർന്നു പോകാനും വഴിയറിയാതെ മാർഗമറിയാതെ നാം ഇരുട്ടിൽ തപ്പുന്നവരായി മാറാനുമാണ്. എന്നാൽ അല്ലാഹു യഖ്തസു ബിറഹ്മതിഹി മൻ യശാ, അല്ലാഹു വളരെ റഹ്മത്തായി അനുഗ്രഹമായി നമുക്ക് നൽകിയ ഈ ഇസ്ലാം മതം, ആ മതത്തെ നാം കാത്തു സൂക്ഷിക്കുക. യഹൂദികളുടെ പ്രോട്ടോകോളുകളിൽ വളരെ ആദ്യം തന്നെ പറയപ്പെട്ട വിഷയമാണ്, സ്ത്രീകളിലൂടെ വേണം നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ തകർക്കാൻ. ആദ്യമായി സ്ത്രീ എന്ന് പറയുന്ന ആ ഉമ്മ ഈ സമുദായത്തിലെ മക്കളെ വളർത്തുന്ന ഒരു മദ്രസയാണല്ലോ. ആ മദ്രസയെ, ആ വിദ്യാലയത്തെ തകർത്തു കഴിഞ്ഞാൽ, അവിടെ സംസ്കാരത്തെ, അവരുടെ ലജ്ജയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ സമുദായത്തെ പൂർണ്ണമായി തകർക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് അവർ നമ്മോട് യുദ്ധം ചെയ്യുന്നത്. നാം അത് തിരിച്ചറിയുക. നാം അതോടൊപ്പം തന്നെ നമ്മുടെ ലജ്ജയും നമ്മുടെ സംസ്കാരവും ഇല്ലാതായി കഴിഞ്ഞാൽ ഏതൊരു അറിവ് കൊണ്ടും ഏതൊരു ടെക്നോളജി കൊണ്ടും നമുക്ക് കാര്യമില്ല എന്നും അവിടെ ഇരുട്ടിൽ തപ്പുന്ന ഒരു മൃഗീയമായ അവസ്ഥയിലേക്ക് നാം തകർന്നു പോകുമെന്നുള്ള ആ കാര്യം നാം മനസ്സിലാക്കുക. ഏതൊരു ഗോത്രത്തെ, ഏതൊരു സമുദായങ്ങളെ നോക്കിയിട്ടാണ് നാം വലിയ ആവേശം കൊള്ളുന്നത്? അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അവിടെ അല്ലാഹുവിന്റെ നൂറ് ലഭിക്കാത്ത ഇരുട്ടിൽ തപ്പുന്ന മുശ്രിക്കുകളായ, അതുപോലെ തന്നെ വളരെ അധപ്പതിച്ച ഈ ആളുകൾ നമ്മിലേക്ക് പടച്ചുവിടുന്ന ഇത്തരം ചിന്തകൾ ഒരിക്കലും നാം അതിനെ വാരിപ്പിണരരുത്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ലജ്ജയെ നാം കാത്തു സൂക്ഷിക്കുക. അതോടൊപ്പം എൻ്റെ ഇന്ത്യയിലെ സഹോദരങ്ങളും സഹോദരികളും എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല, നേരെ മറിച്ച് ഇന്ത്യയിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുന്നിൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുന്നിൽ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ ഇന്ത്യൻ സംസ്കൃതത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് പറഞ്ഞ ആ വിഷയം അദ്ദേഹം എടുത്തു പറയുകയാണ്. ഇന്ത്യയിലെ ഉലമാക്കളുടെ മുന്നിൽ, വലിയ ചിന്തകരുടെ മുന്നിൽ, ഇന്ത്യയിലെ വലിയ ബുദ്ധിജീവികളുടെ മുന്നിൽ ഞാൻ വെറും ഒരു വിദ്യാർത്ഥി മാത്രമാണെന്നും അതെനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കുമെന്നും, പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഞാൻ ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് വന്നത്. കാരണം ഈ ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസികൾക്ക് ഗുണകരമാണല്ലോ, ഉപകാരപ്രദമാണല്ലോ. ഇവിടെ ഈ ഒരു പൈതൃകത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ ഏതൊരു സംസ്കാരത്തിന്റെ, ഏതൊരു പൈതൃകത്തിന്റെ
ഏതൊരു അറിവിൻ്റെയും ചിന്തയുടെയും ഉന്നതമായ ചിന്തയുടെയും ആളുകളാണോ അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. മറ്റൊന്നും കണ്ടുകൊണ്ട് അവരുടെ എല്ലാം വളരെ പുറംപൂച്ചുകൾ മാത്രമാണ് മറ്റ് സമുദായങ്ങളുടേത്. എന്തൊക്കെ അറിവും ടെക്നോളജിയും അവർക്കുണ്ടെങ്കിലും അവരുടെ സംസ്കാരവും അവരുടെ ലജ്ജയും നഷ്ടപ്പെട്ടപ്പോൾ അവർ മൃഗീയ തുല്യമായ ഒരു വളരെ വലിയ അധപ്പതനത്തിലേക്കാണ് അവർ കൂപ്പുകുത്തിയിരിക്കുന്നത്. അതൊന്നും കണ്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. നേരെ മറിച്ച് ഈ ഇന്ത്യയുടെ ഈ ഒരു സംസ്കാരത്തെയും നിങ്ങളുടെ മുൻഗാമികൾ ഏതൊരു സംസ്കാരവും ഏതൊരു പൈതൃകവുമാണ് നിങ്ങൾ പഠിപ്പിച്ചത്, അത് ലജ്ജയുടെയും മറയുടെയും എല്ലാ നിലക്കുമുള്ള ഉന്നതമായ സംസ്കാരത്തിൻ്റെയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നിങ്ങളെ എവിടെയും, നിങ്ങൾ ഈ നാട്ടിലാണെങ്കിലും മറുനാട്ടിലാണെങ്കിലും നിങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഇന്ത്യയിലെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് ഷെയ്ഖ് പ്രത്യേകം പറഞ്ഞു. നിങ്ങളെ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ആ സംസ്കാരവും മാതൃകയും ആ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാനും വളരെ നീചമായ മറ്റ് വിഭാഗങ്ങളുടെ സംസ്കാരത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കാനും അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. അള്ളാഹു ഈ ഒരുമിച്ച് കൂടലിനെ വളരെ സാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി ചെയ്യുന്നു. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് ഉപസംഹരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് ഈ ക്ഷണം സ്വീകരിച്ചതിനും നമ്മോട് ഇത്തരം കാര്യങ്ങൾ ഉണർത്തിയതിനും തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദിൻ അലൈഹി വസഹ്ബിഹി അജ്മഈൻ. അതോടൊപ്പം ഓർമ്മിപ്പിക്കാനുള്ളത്, അദ്ദേഹം നിങ്ങളോട് ആയിട്ട് പറയാൻ പറഞ്ഞത് ഓൾഡ് എയർപോർട്ട്, മത്താർ ഖദീം, ജാലിയാത്ത് ഏത് സമയവും നിങ്ങളുടെ ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ ഇത്തരം പരിപാടികളിലും സജീവമായി പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും ആ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണെന്നും എന്നോട് പ്രത്യേകം ഒരു സന്ദേശമായി നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാ നിലക്കുമുള്ള അവരോടാകുന്ന എല്ലാ സപ്പോർട്ടും അവർ നിങ്ങൾക്ക് നൽകുമെന്നും ഈ മേഖലകളിലെല്ലാം കൈകോർത്തുകൊണ്ട് ഉന്നതമായ അറിവിൻ്റെയും ഉന്നതമായ സംസ്കാരത്തിൻ്റെയും ആ പടവുകൾ കയറിപ്പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതിന് സുഹൃത്ത് KMCC നേതാവ് അഹമ്മദ് പാളയാട്ടിനെ ക്ഷണിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതരെ, മറ്റ് സംഘടനാ നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായ ജിദ്ദയിലെ പ്രവാസി സംഘടനാ നേതാക്കളെ, മറ്റ് ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ നാട്ടിൽ പുതുതായി രൂപമെടുത്ത വളരെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് കേൾക്കാനും അതിൻ്റെ മതവിധി എന്താണെന്ന് മുസ്ലിം സമുദായത്തിന് അതിൻ്റെ മതപരമായ ചട്ടക്കൂടിൽ അതെങ്ങനെ കാണുന്നു എന്നത് വളരെ സമർത്ഥമായി വളരെ നല്ല നിലയിൽ പ്രതിപാദിക്കാനുള്ള ഒരു അവസരമാണ്. ഇത് നമുക്ക് വിനിയോഗിക്കണം. തീർച്ചയായും ഇത് പ്രവാസി സമൂഹത്തിന് കിട്ടുന്ന ഒരു ധന്യമുഹൂർത്തമാണ്. അതിന് ജിദ്ദ KMCCയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. OICC പ്രതിനിധി ഷക്കീർ മാസ്റ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അധ്യക്ഷൻ അബൂബക്കർ മാഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ജിദ്ദയിലെ സാമൂഹ്യ സാംസ്കാരിക മത നേതാക്കളെ, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി മുസ്തഫ തൻവീർ സാഹിബ്, മറ്റു സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം കറന്റ് ഇഷ്യൂ ആയിട്ട് ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും നടമാടിക്കൊണ്ടിരിക്കുന്ന സദാചാര നിഷേധത്തിൻ്റെ ഒരു അലയൊലിയാണ് ഇന്നത്തെ ഈ പ്രസക്തമായ സബ്ജക്റ്റിനനുബന്ധിച്ച് നടത്തുന്ന ഈ സമ്മേളനം. സദാചാര നിഷേധം വിമോചനമല്ല സർവനാശമാണ് എന്ന തലക്കെട്ടോടുകൂടി നടത്തുന്ന ഈ സമ്മേളനം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ, വളരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അത്രമാത്രം പല തരത്തിലുള്ള സമരമുറകളാണ് ഇന്ന് കേരളത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലും നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലും പ്രോത്സാഹിപ്പിക്കുവാനോ ഉയർത്തിക്കൊണ്ടുവരാനോ പാടില്ലാത്ത ഏത് സംഘടനയുടെ ബാനറിലായാലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സദാചാരം തന്നെയാണ്, അല്ലെങ്കിൽ ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമരമുറ തന്നെയാണ് ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിനെതിരെ പടപൊരുതുന്ന സാംസ്കാരിക നായകന്മാർ, മതനായകന്മാർ, മറ്റു എഴുത്തുകാർ, അവരെ നമുക്ക് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പ്രവണതകളെ അടിച്ചമർത്താനും മുളയിലെ നുള്ളിക്കളയാനുമുള്ള നേതൃത്വം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമായാലും ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനങ്ങളായാലും അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളായാലും മുന്നിൽ നിൽക്കണമെന്നും അതിന് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനവും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഓയസിസ് പ്രസ്ഥാനവും എന്നും എപ്പോഴും എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത്തരണത്തിൽ ഇതിനെ വേദിയാക്കി തന്ന ഇതിന്റെ സംഘാടകരോട് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് യുവപണ്ഡിതനും കേരളത്തിലെ ഇസ്ലാഹി വിദ്യാർത്ഥി പ്രസ്ഥാനമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ MSM-ൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ മുസ്തഫ തൻവീറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിൽ മാധ്യമങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ബുദ്ധിജീവികളുടെയുമെല്ലാം സജീവ ചർച്ചകൾക്ക് വിധേയമായ ചുംബന സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സദാചാര നിഷേധം വിമോചനമല്ല സർവനാശമാണ് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ള തുറന്ന സംവാദത്തിന്റെ വേദിയിലാണ്
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത് 1925 വിജയദശമി ദിനത്തിൽ ബോംബെയിൽ വെച്ച് കേശവ് ബലിറാം ഹെഡ്ഗവാർ എന്ന് പറയുന്ന ഒരു ഹിന്ദു വർഗീയ ബുദ്ധിജീവിയുടെ കാർമ്മികത്വത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS എന്ന ഫാഷിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ന നിലയിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങിയ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നാഗ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട RSSന്റെ നേതാവും സൈദ്ധാന്തികനുമെല്ലാമായിരുന്ന മാധവ് സദാശിവ ഗോൾവാൾക്കറുടെ നാം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം, വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻ എന്ന പേരിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പ്രസ്തുത പുസ്തകത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതുന്ന സമയത്ത് ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസികളുടെ അധികാരകാലമായിരുന്നു. ഇറ്റലിയിൽ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാഷിസ്റ്റുകൾ അവതരിപ്പിച്ച സമഗ്രാധിപത്യപരമായ ഭരണ പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ജർമ്മനിയിൽ നാസി പാർട്ടി എന്ന പേരിൽ ഹിറ്റ്ലറുടെ പാർട്ടി അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്ന് എല്ലാത്തരം പീഡന മുറകളും നടപ്പിലാക്കുകയും ചെയ്യുന്ന കാലത്താണ് ഗോൾവാൾക്കർ തന്റെ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകം എഴുതുന്നത്. ഗോൾവാൾക്കറുടെ പുസ്തകം വായിച്ചവർക്കറിയാം, അന്നത്തെ ലോക രാജ്യങ്ങളിൽ മാതൃകാപരമായ രാജ്യം എന്ന് ഗോൾവാൾക്കർ വിചാരിക്കുന്നത് ജർമ്മനിയെയാണ്. അന്ന് ജീവിച്ചിരുന്ന ലോക രാഷ്ട്രീയ നേതാക്കളിൽ ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന രാഷ്ട്ര നേതാവ് എന്ന് ഗോൾവാൾക്കർ മനസ്സിലാക്കുന്നത് ഹിറ്റ്ലറിനെയാണ്. ഗോൾവാൾക്കർ എന്തുകൊണ്ട് ഹിറ്റ്ലറും എന്തുകൊണ്ട് ജർമ്മനിയും ലോകത്തിന് മാതൃകയായിത്തീരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഗോൾവാൾക്കറിന്റെ വാചകങ്ങൾ ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ജർമ്മനിയെ സാംസ്കാരികമായി ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി വളരെ ധീരമായ കാൽവെപ്പുകൾ സ്വീകരിച്ച് ഹിറ്റ്ലർ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ജർമ്മനിയുടെ സാംസ്കാരിക വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന ജൂതന്മാരെ വേരോടെ ജർമ്മനിയുടെ മണ്ണിൽ നിന്ന് പിഴുതെറിഞ്ഞുകൊണ്ട് ജർമ്മനിയുടെ സാംസ്കാരിക വിശുദ്ധി ഉറപ്പുവരുത്തിയിരിക്കുന്നു ഹിറ്റ്ലർ. അങ്ങനെ ഹിറ്റ്ലറിന് ചെയ്യാൻ കഴിഞ്ഞത്, ഹിറ്റ്ലർ അപാരമായ അളവിൽ രാജ്യസ്നേഹത്തെ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ജർമ്മനിയോടുള്ള സ്നേഹം, സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം, സ്വന്തം ദേശത്തോടുള്ള സ്നേഹം ഹിറ്റ്ലറിന്റെ നാഡീഞരമ്പുകളിൽ ത്രസിക്കുന്നത് കൊണ്ടാണ് ജർമ്മനിയുടെ സാംസ്കാരിക വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന ജൂതന്മാരെ വംശഹത്യ നടത്താൻ ഹിറ്റ്ലർ ധൈര്യം കാണിച്ചത് എന്ന് ഗോൾവാൾക്കർ എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്വീകരിച്ച അതേ സമീപനം ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇന്ത്യയുടെ സാംസ്കാരിക വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന മുസ്ലിങ്ങളോട് സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ശക്തമായ ഒരു രാഷ്ട്രമായി മുന്നേറാൻ കഴിയും എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത്
രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ഒരു വീക്ഷണമാണ്. ആ വീക്ഷണത്തെയാണ് നമ്മൾ സാങ്കേതികമായി സാംസ്കാരിക ഷോവിനിസം എന്ന് വിളിക്കുന്നത്. കൾച്ചറൽ ഷോവിനിസം എന്ന് പറയും. കൾച്ചറൽ ഷോവിനിസം എന്ന് പറഞ്ഞാൽ ഒരു നാടിന് പ്രത്യേകമായൊരു സംസ്കാരമുണ്ട് എന്ന് വാദിക്കുകയും ആ സംസ്കാരത്തിന് നിരക്കാത്ത ജനവിഭാഗങ്ങളെ ആ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കണമെന്ന് സിദ്ധാന്തിക്കുകയും ചെയ്യുന്ന ഫാഷിസ്റ്റ് വിശകലന രീതിയെയാണ് സാമാന്യമായി സാംസ്കാരിക ഷോവിനിസം എന്ന് വിളിക്കുന്നത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ വാദിച്ചത് ജർമ്മനിക്ക് ഒരു തനത് സംസ്കാരമുണ്ട് എന്നാണ്. ആ തനത് സംസ്കാരത്തിന് കളങ്കമാണ് ജൂതന്മാർ എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ജൂതന്മാർക്ക് അവർ ഒരു സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വരുന്നവരായതുകൊണ്ട് തന്നെ സ്വന്തമായൊരു മതവും സംസ്കാരവുമുണ്ട്. ജർമ്മനിയുടെ തനത് സംസ്കാരം എന്ന് പറയുന്നത് ആര്യന്മാരുടെ സംസ്കാരമാണ്. ഹിറ്റ്ലർ താൻ സ്വയം ഒരു ആര്യനാണ് എന്ന് അവകാശപ്പെട്ട വ്യക്തിയാണ്. ജർമ്മനിയുടെ ആര്യ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായൊരു സംസ്കാരം ജർമ്മനിയിലെ ജൂതന്മാർ സ്വീകരിക്കുന്നത് കൊണ്ട് ജർമ്മനി ശക്തിയുള്ളൊരു ദേശരാഷ്ട്രമായി രൂപാന്തരപ്പെടണമെങ്കിൽ സാംസ്കാരികമായ വിഭിന്നത കാത്തുസൂക്ഷിക്കുന്ന ജൂതന്മാരെ ജർമ്മനിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കണം, അവരുടെ വംശഹത്യ നടത്തണം എന്ന് ഹിറ്റ്ലർ സിദ്ധാന്തിച്ചു. ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അതുപോലെ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഇന്ത്യക്ക് ഒരു തനത് സംസ്കാരമുണ്ട് എന്നാണ്. ആ തനത് സംസ്കാരം ആര്യന്മാരുടെ സംസ്കാരം തന്നെയാണ്. ആര്യന്മാർ എന്ന് പറയുമ്പോൾ ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ വംശത്തെയാണെങ്കിൽ ഗോൾവാൾക്കർ ഉദ്ദേശിച്ചത് ഇവിടെയുള്ള സവർണ ഹിന്ദുക്കളെയാണ്. ഇവിടെയുള്ള സവർണ ഹിന്ദു സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം. ആ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായൊരു സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവിടെയുള്ള ദലിതുകളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം. സ്വാഭാവികമായും ഇന്ത്യ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ ശക്തിയാർജിക്കണമെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം ഏകശിലാത്മകമാകണം. ഇവിടെ സവർണ ഹൈന്ദവതയുടെ സംസ്കാരം മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ. അവിടെ ആ സംസ്കാരത്തിൽ ലയിച്ചു ചേരാൻ വിസമ്മതിക്കുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ദലിതുകളെയുമെല്ലാം ഇന്ത്യയുടെ മുഖത്ത് നിന്ന് കൂട്ടക്കൊലകൾ വഴി അപ്രത്യക്ഷമാക്കുകയാണ് ഇന്ത്യയെ ശക്തിയുള്ളൊരു ദേശരാഷ്ട്രമാക്കി മാറ്റാനുള്ള വഴി എന്ന് ഗോൾവാൾക്കർ സിദ്ധാന്തിച്ചു. ആ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് RSSന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ആ സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ ഹിന്ദു ചെറുപ്പക്കാരെ വർഗീയവൽക്കരിച്ച് സംഘടിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്ത്യയിലുടനീളം രാഷ്ട്രീയ സ്വയം സേവക് സംഘം ശാഖകൾ സ്ഥാപിച്ചത്. 1964 ഗോൾവാൾക്കറുടെ തന്നെ ആസൂത്രണത്തിന്റെ ഫലമായി വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നത് ഇതേ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 1966 ബോംബെയിൽ ബാൽ താക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേന എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപം കൊള്ളുന്നതും ഇതേ സാംസ്കാരിക വിചാരധാരയുടെ വെളിച്ചത്തിലാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് അതിന്റെ ഒരു ഉപവിഭാഗം എന്ന രീതിയിൽ രൂപീകരിച്ച സംഘടനയാണ് ബജ്റംഗ് ദൾ. ബജ്റംഗ് ദളിന്റെ ധർമ്മവും ദൗത്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക വിശുദ്ധിക്ക് കായികമായി കാവൽ നിൽക്കുകയാണ്. ഇന്ത്യയുടെ സംസ്കാരം സവർണ ഹൈന്ദവതയുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് ഭീഷണിയായി നിലനിൽക്കുന്ന ജനവിഭാഗങ്ങളെ കായികമായി തന്നെ നേരിടുകയാണ് ബജ്റംഗ് ദളിന്റെ ധർമ്മം എന്ന് VHPക്കാർ പറയുന്നു. 1992 ഡിസംബർ 6 ഗവൺമെന്റും പോലീസും കോടതിയുമെല്ലാം ഉള്ള ഒരു നാട്ടിൽ അവരെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അയോധ്യയിലെ ബാബരി മസ്ജിദ് തച്ചു തകർക്കാൻ നേതൃത്വം നൽകിയത് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരാണ്. അവിടെ ബജ്റംഗ് ദളിന് ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സംസ്കാരം സവർണ ഹൈന്ദവതയുടെ സംസ്കാരമാണ് എന്ന വീക്ഷണമാണ്. ആ വീക്ഷണത്തിന് അത്തരമൊരു വീക്ഷണത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ബാബരി മസ്ജിദ് ആ സംസ്കാരത്തിന് പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ സാംസ്കാരിക വിശുദ്ധി ഉറപ്പുവരുത്തേണ്ടത് ആ പള്ളി തകർത്തുകൊണ്ടാണ്. ആ പള്ളി തകർക്കാൻ സ്വാഭാവികമായും നിയമം കയ്യിലെടുക്കേണ്ടി വരും.
നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായൊരു കാര്യമേ അല്ല. കാരണം ഇന്ത്യൻ ഭരണഘടന തന്നെ ഒരു വലിയ ദുരന്തമായി പോയി എന്ന് വിശ്വസിക്കുന്നവരാണവർ. ഇന്ത്യയുടെ ഭരണഘടന ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള സവർണ ഫാഷിസ്റ്റുകൾ എന്നതാണ് സത്യം. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ സമയത്ത് ആ ഭരണഘടന വേരോടുകൂടി പിഴുതെറിഞ്ഞത് ജാതി വ്യവസ്ഥയെയാണ്. ജാതി വ്യവസ്ഥ സാമൂഹികമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിയമത്തിന്റെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊട്ടുകൂടായ്മയെയും ഐത്തത്തെയും തീണ്ടലിനെയും നിരാകരിക്കുകയും മനുഷ്യ സമത്വത്തിന്റെ ആശയങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടാണ് ആധുനിക ഇന്ത്യയുടെ ഭരണഘടന പ്രഖ്യാപിക്കപ്പെടുന്നത്. സ്വാഭാവികമായും സവർണ ജാതി മേധാവിത്വത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ശക്തികളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ഇന്ത്യൻ ഭരണഘടന അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു രേഖയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കാതെ നിയമം കയ്യിലെടുക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഭാവികമായൊരു നിലപാടാണ്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചക്ക് പട്ടാപ്പകൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. ആ വർഗീയ കലാപങ്ങൾ വഴി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലുള്ള ന്യൂനപക്ഷങ്ങളെ വംശഹത്യ നടത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യയിൽ കുറെ കാലമായി നിലനിൽക്കുന്ന ഒരു ചിന്താധാരയാണ്. ആ ചിന്താധാരയുടെ ദുരന്തങ്ങൾ ഇന്ത്യ വേണ്ടുവോളം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പുതിയൊരു പ്രയോഗമുണ്ടായിരിക്കുന്നു. ആ പ്രയോഗം മോറൽ പോലീസിംഗ് എന്ന പ്രയോഗമാണ്. സദാചാര പോലീസിംഗ് എന്ന് അതിനെ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. സദാചാര പോലീസിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ നാട്ടിൽ തളിർത്തു വന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ഈ വിചാരധാരയുടെ തണലിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ ഒന്നാമതായി നമുക്ക് കഴിയണം. രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക വിശുദ്ധിക്ക് കാവൽ നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചൊരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ അധിനിവേശം ഉണ്ടാകുമ്പോൾ ആ അധിനിവേശത്തിന് കായികമായി ചെറുക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം സ്വീകരിക്കുന്നത്. 1966 രൂപീകരിക്കപ്പെട്ട ശിവസേനയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ ചില സിനിമകൾ സദാചാര വിരുദ്ധമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ചില സിനിമാ ഹാളുകൾ തല്ലി തകർക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് സദാചാര പോലീസിംഗ് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇന്ത്യ രാജ്യത്ത് അത്ര പ്രകടമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്ടെ സംഭവം, കോഴിക്കോട്ടെ ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഭാരതീയ യുവമോർച്ചയുടെ പ്രവർത്തകർ ആ ഹോട്ടൽ അടിച്ചു തകർത്തു. ഇത് നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്. ഈ വാർത്ത വായിക്കുന്ന സമയത്ത് നമ്മൾ കരുതലോടുകൂടി വേണം അതിന്റെ വരികൾക്കിടയിലൂടെ കടന്നു പോകാൻ എന്നാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ യുവമോർച്ചയുടെ പ്രവർത്തകർ കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അടിച്ചു തകർക്കുമ്പോൾ ആ ഹോട്ടൽ ഒരു മുസ്ലിം മുതലാളിയുടേത് തന്നെയായി മാറുന്നത് യാദൃച്ഛികമായൊരു സംഭവമല്ല. അതൊരു അക്ഷരത്തെറ്റല്ല. മറിച്ച് മുസ്ലിം സ്ഥാപനങ്ങളെ ആക്രമിക്കുവാൻ ഏതെങ്കിലും ന്യായീകരണങ്ങളുടെ മറ കണ്ടെത്തുക എന്നത് എല്ലാ കാലത്തും ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ഇവിടെ ഒരു ഹോട്ടലിൽ സദാചാര ഭ്രംശം സംഭവിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ആ ഹോട്ടലിൽ ഇതുപോലുള്ളൊരു അക്രമം നടത്തുവാൻ യുവമോർച്ചയുടെ പ്രവർത്തകർ സന്നദ്ധമാകുന്ന സമയത്ത് ഒന്നാമതായി യുവമോർച്ചയുടെ ദർശനവും പ്രത്യയശാസ്ത്രവും എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം യുവമോർച്ച ഭാരതീയ സംസ്കാരമാണ് തങ്ങളുടെ ആദർശം എന്ന് പറയുന്നു. ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോൾ സവർണ ഹൈന്ദവ സംസ്കാരം, ആ സവർണ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്നതെല്ലാം നന്മയാണ് എന്നും ആ പാരമ്പര്യത്തിന് വിരുദ്ധമായതെല്ലാം തിന്മയാണ് എന്നും യുവമോർച്ച വാദിക്കുന്നു. ഇവിടെ സ്വാഭാവികമായും നമ്മൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. സവർണ ഹിന്ദു സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് ഡൗൺ ടൗൺ ഹോട്ടലിൽ നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ സദാചാര വിരുദ്ധമാണോ? സവർണ ഭാരതീയ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ താന്ത്രിക മതമുണ്ടായിട്ടുണ്ട്. ആ താന്ത്രിക മതത്തിന്റെ തണലിൽ സംഘരതി പോലുള്ള ദുരാചാരങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്.
സവർണ ഹിന്ദു പാരമ്പര്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പച്ചയായ രതിശില്പങ്ങൾ കൊത്തിവെക്കപ്പെട്ട ക്ഷേത്ര ചുവരുകൾ ഉണ്ടായിട്ടുണ്ട്. ഖജുരാഹോയിലെ, കൊണാർക്കിലെ, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എല്ലാം ചുവരുകളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള പച്ചയായ രതിശില്പങ്ങളുണ്ട്. ഈ രതിശില്പങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളാണ് ഇവിടെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു ഹോട്ടൽ തച്ചു തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അവിടെ ഈ സവർണ ഹിന്ദു പാരമ്പര്യത്തിന്റെ ഭാഗമായി തന്നെ നിലനിന്ന ദേവദാസി സമ്പ്രദായങ്ങളെ പോലുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേവദാസി സമ്പ്രദായം എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ശൂദ്ര സ്ത്രീകളെ നേർച്ചയാക്കുന്ന ഏർപ്പാടായിരുന്നു. ദേവദാസികളായി ക്ഷേത്രങ്ങളിലേക്ക് നേർച്ചയാക്കപ്പെടുന്ന ശൂദ്ര സ്ത്രീകൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ, ആ സ്ത്രീകളുടെ ധർമ്മവും ദൗത്യവും ക്ഷേത്രങ്ങളിലേക്ക് കടന്നു വരുന്ന ബ്രാഹ്മണന്മാരെ പ്രീതിപ്പെടുത്തുകയായിരുന്നു. ആ ബ്രാഹ്മണന്മാരുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി വന്ന് നൃത്തം വെക്കുകയായിരുന്നു. ആ നൃത്തങ്ങൾക്ക് ശേഷം കിടപ്പറകളിലേക്ക് അവരുടെ കൂടെ പോവുകയായിരുന്നു ദേവദാസികളുടെ ഉത്തരവാദിത്തം. ഈ ദേവദാസികൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തിൽ മലയാളം ഒരു ഭാഷയായി രൂപപ്പെടുന്നതിനു മുമ്പ് രചിക്കപ്പെട്ട മണിപ്രവാള സാഹിത്യ കൃതികളിൽ മുഴുവൻ ദേവദാസികളുടെ ശരീരത്തെ സംബന്ധിച്ച പച്ചയായ വർണ്ണനകളാണ്. ഇതേ സവർണ ഭാരതീയ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് കാമസൂത്രം പോലുള്ള രചനകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ കാമസൂത്രം പോലുള്ള രചനകളിൽ വളരെ കൃത്യമായി ലൈംഗിക അരാജകത്വത്തിന്റെ ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് ഭാരതീയ യുവമോർച്ചയെ പോലുള്ള ഒരു ഫാഷിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ഹിന്ദു സംസ്കാരത്തിനകത്തുള്ളതെല്ലാം നന്മയാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡൗൺ ടൗൺ ഹോട്ടലിൽ നടന്നു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ സദാചാര വിരുദ്ധമാകേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ എന്തിന് ഇവർ അങ്ങനെയായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ ഉത്തരം പറയാതെ, ആ ഉത്തരം മനസ്സിലാക്കാതെ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ വളരെ അപകടകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ തലപ്പത്ത് ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ ചോര കയ്യിലുള്ള ഒരു മനുഷ്യൻ, അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ചും